കഴിഞ്ഞൊരു വീഡിയോ സ്വിഗ്ഗിയുടെ പേ ഔട്ട് സ്ട്രക്ചർ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആയിരുന്നു സൊമാറ്റോയുടെ പേ ഔട്ട് സ്ട്രക്ചറും ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. സോ ഇന്ന് അതിനെ പറ്റിയാണ് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോ ഓൾറെഡി സൊമാറ്റോ ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ പുതുതായിട്ട് സൊമാറ്റോയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുറച്ച് ഇൻസെൻറ്റീവ് സ്ലാബും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ വീഡിയോ ഒരിക്കലും സ്വിഗ്ഗിയും സൊമാറ്റോയുമായിട്ടുള്ള ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ഒന്നല്ല. വീഡിയോ ഒക്കെ ഞാൻ തുടരെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊമാറ്റോ മാത്രമാണ്. ഇതിൽ സ്വിഗ്ഗിയിൽ അത് കിട്ടുന്നുണ്ടല്ലോ ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരിപാടി ഇവിടെ ഇല്ല. ഇത് ഓൺലി സൊമാറ്റോ ആണ്. ആദ്യം തന്നെ ഞാൻ ബേസ് പേയിലേക്ക് വരാം. ബേസ് പേ നമുക്ക് കിട്ടുന്നത് സൊമാറ്റോന് എൻ്റെ ഒരു അറിവ് പ്രകാരം 1 കിലോമീറ്ററിന് 7 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറാറുണ്ട്. ചിലപ്പോൾ 6 ഇത്ര സംതിങ് കിട്ടും, ചിലപ്പോൾ 7 ഇത്ര സംതിങ് കിട്ടും. അതായത് എനിക്ക് തോന്നുന്ന ഒരു ഫിക്സഡ് റേറ്റ് അല്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് 6 സംതിങ് കിട്ടാറുണ്ട്, ചില സമയത്ത് 7 കിട്ടാറുണ്ട്, ചില സമയത്ത് 7 സംതിങ് കിട്ടാറുണ്ട്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററിന് 7 രൂപയാണ് സൊമാറ്റോയിൽ കിട്ടുന്നത്. ഇനി ഒരു ഓർഡറിന് മിനിമം പേ എന്ന് പറയുന്നത് സൊമാറ്റോ 20 രൂപ തന്നെയാണ്. ഈ 20 രൂപ എന്ന് പറയുന്നത് 3 കിലോമീറ്ററിനുള്ളിലായിരിക്കും. അതായത് 1 കിലോമീറ്റർ ആണെങ്കിലും 2 കിലോമീറ്റർ ആണെങ്കിലും 3 കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപയാണ്. പക്ഷെ 4 കിലോമീറ്റർ ഓൺവേർഡ്സ് നമുക്ക് 28 രൂപയിൽ നിന്നും കൂടുതലായിരിക്കും. അതായത് 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4 × 7 28 രൂപയാണ് 4 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 കിലോമീറ്ററിന് 7 രൂപ, ബേസ് പേ ഒരു ഓർഡറിന് 20 രൂപ. ഇങ്ങനെയാണ് നമുക്ക് പ്രൈമറി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവ് സ്ട്രക്ചറിലേക്ക് വരാം. ഇവിടെ ഞാൻ ഡെയിലി ഇൻസെൻറ്റീവ് സ്ലാബ് ഞാൻ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇത് ഇൻസെൻറ്റീവ് സ്ലാബ്, ഇത് ജിഗ്, ഇത് ഓർഡറിൻ്റെ എണ്ണങ്ങൾ. ഇതിൽ ഈ ജിഗ് എന്താ എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ജിഗ് എന്ന് പറയുന്നത് നമുക്ക് സൊമാറ്റോയിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം പീരീഡ് ബുക്ക് ചെയ്യണം. അതായത് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഞാൻ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം പീരീഡ് ബുക്ക് ചെയ്യണം. ഈ ടൈം സ്ലോട്ടുകളെയാണ് നമ്മൾ ജിഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രാവിലെ 8 to 9 ഒരു സ്ലോട്ടാണ്, അതിനൊരു ജിഗായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ 9 to 10 എന്ന് പറയുന്ന ടൈം ഒരു ജിഗാണ്. ചില ജിഗുകൾ പീക്ക് ടൈമിലുള്ള ജിഗുകൾ ചിലപ്പോൾ 1 മണിക്കൂർ ആയിരിക്കില്ല, 2-3 മണിക്കൂർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഉച്ചയ്ക്ക് ഇപ്പോൾ 12 മണി to 2 മണി എന്ന് പറയുന്നത് 2 മണിക്കൂറാണെങ്കിൽ 2-3 മണിക്കൂറാണെങ്കിൽ പോലും അതൊരു ഒറ്റ ജിഗാണ്. അതായത് 12 to 2 എന്ന് പറയുന്നത് ഒരു ഒറ്റ ജിഗാണ്. അപ്പോൾ ആ ടൈം പീരീഡ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ജിഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ലാബിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഇൻസെൻറ്റീവിനെ കുറിച്ചാണ്. 3 ടൈപ്പ് ഓഫ് ഡെയിലി ഇൻസെൻറ്റീവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 300 രൂപ, 350 രൂപ, 425 രൂപ. ഇത് ഇൻസെൻറ്റീവ് എമൗണ്ട് ആണ്, നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എമൗണ്ട് ആണ്. ഓർഡർ ഏണിങ്സ് അല്ല കേട്ടോ, ഇത് ഇൻസെൻറ്റീവ് എമൗണ്ട് ആണ്. 3 ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ ഓർഡറിൻ്റെ എണ്ണത്തിനാണ് നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നത്. 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 6 ജിഗ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതായത് 6 മണിക്കൂറല്ല 6 ജിഗ് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 300 രൂപ അഡീഷണൽ ഡെയിലി ഇൻസെൻറ്റീവായിട്ട് കിട്ടും. അതുപോലെ തന്നെ 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയും 8 ജിഗ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 380 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അതുപോലെ തന്നെ 17 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയും 9 ജിഗ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത് 425 രൂപ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ മാൻഡേറ്ററി ആയിട്ട്, അതായത് നിർബന്ധമായും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വർക്കിംഗ് ഹവർ ഉണ്ട്. അതായത് ഉച്ചക്കത്തെയും രാത്രിക്കത്തെയും നമ്മളെ പീക്ക് ടൈം. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയും 7 മണി മുതൽ 9 മണി വരെയും നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം. അതായത് ഈ ജിഗ് ടൈമില്ലേ 6, 8, 9 എന്നുള്ള ജിഗ് ടൈമിൽ ഈ ടൈം എന്തായാലും ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഫസ്റ്റത്തെ ഡെയിലി ഇൻസെൻറ്റീവ് ആയിട്ടുള്ള 300 ഏൺ ചെയ്യാനായിട്ട് വെറും 6 ജിഗ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ 6 ജിഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് രാവിലെ ഒരു 8 മണി മുതൽ ഒരു 2-3 മണിക്കൂർ വർക്ക് ചെയ്ത് പിന്നെ 2 വർക്ക് ചെയ്യാതെ ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ ഒരു ടൈം എന്തായാലും ആ ജിഗ് ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇതുമല്ലാതെ മാൻഡേറ്ററി ആയിട്ട് വരുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. രാവിലെ 8 മണി മുതൽ 11 മണി വരേൻ്റെ ഉള്ളിലായിരിക്കണം ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ മെറ്റ് ചെയ്യേണ്ടത്. അതായത് രാവിലെ 8 മണിക്ക് മുന്നേ 7:55 നമ്മളൊരു ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല. അതായത് ഈ 13 എണ്ണത്തിലേക്ക് 7:55 ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ ഈ 13 എണ്ണത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ 11 മണി കഴിഞ്ഞ് 11:01 പോലും
ഈ 13 കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10:55 ആവുന്ന സമയത്ത് 12 ഓർഡർ അടിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴും നമുക്ക് ഇൻസെൻറ്റീവ് സ്ലാബിലേക്ക് മെറ്റായിട്ടില്ല, ക്രൈറ്റീരിയ നമ്മൾ തൊട്ടിട്ടില്ല. അത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഓർഡറും കൂടെ കിട്ടണം. അപ്പോൾ 10:55 കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 11:01 ആയിട്ടുണ്ടെങ്കിൽ ഈ ഇൻസെൻറ്റീവ് സ്ലാബ് നമുക്ക് കിട്ടില്ല. 11:01 ആയിട്ട് ഓർഡർ അടിഞ്ഞുകൊണ്ട് കാര്യമില്ല, ഫസ്റ്റത്തെ ഓർഡറിലേക്ക് നമുക്ക് മെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡെയിലി ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീക്ക്ലി ഇൻസെൻറ്റീവിലോട്ട് വരാം. വീക്ക്ലി ഇൻസെൻറ്റീവ് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് വീക്ക്ലി ഇൻസെൻറ്റീവ് നമുക്കിവിടെ വരുന്നുണ്ട്. 1300 രൂപയും കിട്ടുന്നുണ്ട്, 1700 രൂപയും നമുക്ക് വീക്ക്ലി ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 3000 രൂപ നമ്മൾ ഓർഡർ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ 3750 രൂപ നമ്മൾ ഓർഡർ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കണം. 3000 രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 1300 രൂപ വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടും. അതുപോലെ തന്നെ 3750 രൂപ നമ്മൾ ഓർഡർ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 1700 രൂപ വീക്ക്ലി ഇൻസെൻറ്റീവ് കിട്ടും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇൻസെൻറ്റീവ്, നമ്മളിപ്പോൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഡെയിലി ഇൻസെൻറ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക്ലി ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടൂല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുള്ളൂ. അതായത് ഏതാണ് ഏറ്റവും കൂടുതൽ അതേ കിട്ടുള്ളൂ. ഇപ്പം നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ശനി ഞായർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വീക്കിലി 3 ദിവസങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇൻസെൻറ്റീവിനേക്കാളും കൂടുതൽ വീക്കിലി ഇൻസെൻറ്റീവ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ദിവസം 4 ദിവസം വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രൈറ്റീരിയ മെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3750 രൂപ മെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേ ഈ വീക്കിലി ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഡെയിലി പണിയെടുത്തിട്ട് ആഴ്ചയിൽ 6 ദിവസവും പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എമൗണ്ടിനെക്കാട്ടും ഏറ്റവും കൂടുതൽ പോകും. അതായത് 4000, 5000, 6000 വരെയൊക്കെ ചിലപ്പോൾ വീക്കിലി ഏണിങ്സ് ഉണ്ടാകും. അപ്പോൾ ഈ വീക്കിലി ഇൻസെൻറ്റീവ് കിട്ടില്ല. കാരണം അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡെയിലി ഇൻസെൻറ്റീവ് ആയിരിക്കും. ഏതാണോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ പോയാലും ഡെയിലി ഇൻസെൻറ്റീവ് എല്ലാ ദിവസവും ഏൺ ചെയ്യുന്ന ഒരാൾക്ക് ഈ വീക്കിലി ഇൻസെൻറ്റീവ് കിട്ടൂല. വേറൊരു ട്വിസ്റ്റും കൂടെ വരുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർജ് ബോണസ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ എക്സ്ട്രാ രൂപ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസിന് എന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് ചിലപ്പോൾ ഒരു 20 രൂപയൊക്കെ അഡീഷണൽ നമുക്ക് ഓരോ ഓർഡറിന് കിട്ടും. ഓരോ ഓർഡറിന് എക്സ്ട്രാ ബോണസ്, ഓർഡർ പേ അല്ലാതെ എക്സ്ട്രാ ബോണസ് കിട്ടും. ആ ഒരു ബോണസും നമ്മൾക്ക് ഡെയിലി ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർജ് ബോണസും കിട്ടൂല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സൺഡേയിൽ നമുക്ക് ഒരു ഓർഡറിന് 20 രൂപ അഡീഷണൽ അവർ സർജ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഉച്ചയ്ക്ക് പീക്ക് ടൈമിനൊക്കെ ആയിരിക്കും അവർ സർജ് ഇടുക. അപ്പോൾ ആ സമയത്ത് ഒരു 5 ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ 5 ഓർഡറിനും കൂടെ 20 രൂപ വെച്ചിട്ട് 100 രൂപ അഡീഷണൽ നമുക്ക് കിട്ടും. പക്ഷേ അത് ഡെയിലി ഇൻസെൻറ്റീവ് ഏൺ ചെയ്യുന്നവരെ ഉണ്ടാവുള്ളൂ. ആ ഡെയിലി ഇൻസെൻറ്റീവ് കിട്ടുന്ന സമയത്ത് ഈ സർജ് ബോണസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇത്രയും ഇൻസെൻറ്റീവ് സ്ലാബും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഒരു സൊമാറ്റോ ഡെലിവറി ബോയ്ക്ക് ഒരു ദിവസം എത്ര രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മാസം എത്ര രൂപ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കാം. ഇപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ദിവസം ഓടുന്ന കിലോമീറ്റർ, ഞാൻ സൊമാറ്റോ അങ്ങനെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ വർക്ക് ചെയ്തെടുത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു ദിവസം എങ്ങനെ പോയാലും ഒരു 160 കിലോമീറ്റർ ടു ഒരു 180 മാക്സിമം പോയാൽ മാത്രമേ ഉള്ളൂ 200 ഓടാറുള്ളൂ. പക്ഷേ 200 കിലോമീറ്റർ ഒന്നും ദിവസം അങ്ങനെ ഓടാറില്ല. ഇറങ്ങുന്ന ദിവസങ്ങളിൽ 180 വരെയൊക്കെ മാക്സിമം പോകാറ്. ഈ കിലോമീറ്റർ റീഡിങ്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ 11 മണി വരെ. കാരണം ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ പറ്റുക, ഡെയിലി ഇൻസെൻറ്റീവ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ അഡീഷണൽ ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ലേറ്റ് നൈറ്റൊക്കെ വർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ വർക്കോളിക് അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ടൈം മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെ. അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റ ഓർഡർ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1100 രൂപ മുതൽ 1250, 1300 രൂപ വരെയൊക്കെ കിട്ടും. അതായത് ഇപ്പോൾ ഇത് ഓർഡറിന് എണ്ണത്തിനനുസരിച്ചാണല്ലോ. അപ്പോൾ ഏണിങ്സ് നമുക്കൊരു കൃത്യമായ അളവിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1100 ആയിരിക്കാം, ചിലപ്പോൾ 1250 ആയിരിക്കാം. ഇനി ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞ വരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1100 രൂപയാണ് നമ്മളെ ഏറ്റവും കുറഞ്ഞ വരുമാനം. ഇനി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ 160-170 കിലോമീറ്റർ ആയിരിക്കും നമ്മൾ ഒരു ദിവസം കുറഞ്ഞ കിലോമീറ്റർ ഞാൻ ഓടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 320-330 രൂപയുടെ പെട്രോൾ ഞാൻ കാണേണ്ടതുണ്ട്. സോ നമ്മൾ അറൗണ്ട് ഒരു 300 റുപ്പീസിന് പെട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ
ഇത് ഇതിനകത്തുനിന്ന് മൈനസ് ചെയ്യാനുള്ളതാണ് 300 എക്സ്പെൻസ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ദിവസത്തെ ഒരു ഫുഡിൻ്റെ എക്സ്പെൻസും കൂടെ വരുന്നുണ്ട്. അതും ഒരു 100 രൂപ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് നമുക്കൊരു 400 രൂപ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ ഈ 400 രൂപ ഈ 1100 നിന്ന് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് 700 രൂപ. ഇതാണ് പെർ ഡേ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്. ഇത് ഇനി നമ്മളൊരു 30 ദിവസവും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 30 വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 21,000 രൂപ ടോട്ടൽ കിട്ടും. ഇത് 30 ദിവസം വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന എമൗണ്ട് ആണ്. എങ്ങനെ പോയാലും നമുക്കൊരു 24-25 ദിവസം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18,000 രൂപ മുതൽ നമുക്കൊരു 20,000 അടുപ്പിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൊമാറ്റോൻ്റെ പേ ഔട്ട് സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ എനിക്ക് കിട്ടിയ അതേപോലെ തന്നെ വേറൊരാൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലൊരു എമൗണ്ട് കിട്ടിയേക്കാം, ചിലപ്പോൾ ഇതിനേക്കാൾ കുറവൊരു എമൗണ്ട് കിട്ടിയേക്കാം. അത് ഓരോരോ ആൾക്കാരെ ബൈക്കിൻ്റെ എക്സ്പെൻസും ഓരോരുടെ ഫുഡിൻ്റെ എക്സ്പെൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഡെയിലി വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ബൈക്കിന് 60 മൈലേജ് കിട്ടുന്നതെങ്കിൽ 80-90 കിട്ടുന്ന ബൈക്ക് യൂസ് ചെയ്യുന്ന കുറേ ഡെലിവറി ബോയ്സ് ഉണ്ട്. അവർക്ക് കിട്ടുന്ന ഏണിങ്സും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു ദിവസം 100 രൂപയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ 50 രൂപയിൽ ഒതുക്കുന്ന എത്ര പേര് എനിക്കറിയാം. അവർക്കും ഈ പറഞ്ഞ പോലെ ഏണിങ്സ് ഇതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. എന്തായാലും ഒരു മന്ത്ലി എക്സ്പെൻസ് ഏണിങ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 2,000-3,000 രൂപയുടെ ഡിഫറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു 24-25 ദിവസം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 18,000 മിനിമം ഉണ്ടാക്കാനായിട്ട് പറ്റും സൊമാറ്റോയിൽ. പിന്നെ ഇതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതിനകത്ത് ജിഗ് ഉണ്ടല്ലോ. ഇതിലിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജിഗ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജിഗ് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇതിനകത്ത് 3 ക്ലബ്ബ് അവൈലബിൾ ആണ്. മറ്റേ സിൽവർ, ബ്ലൂ, ബ്രോൺസ്, ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ് 3-4 ക്ലബ്ബ് അവൈലബിൾ ആണ്. അതായത് ഡയമണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ 2 ദിവസം അഡ്വാൻസ് ആയിട്ട് 2-3 ദിവസം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഡയമണ്ടുകാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിൽവറുകാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിൽവർ ബുക്ക് ചെയ്താൽ മാത്രമേ ബ്ലൂകാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്ലൂവിൽ നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ബ്രോൺസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഈ ഡയമണ്ടുകാരൊക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പണിക്കിറങ്ങാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ പീക്ക് ടൈമിൽ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്കും രാത്രിയും മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയിൽ കിട്ടുന്ന 8 മണി 9 മണിയൊക്കെ ചിലപ്പോൾ ഡയമണ്ടുകാർ ബുക്ക് ചെയ്തിട്ട് ഫില്ലാക്കി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ സൊമാറ്റോ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരാറുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ജിഗ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഡെയിലി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡയമണ്ടിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ ബുക്കിങ്ങും ഓപ്പൺ ആയിട്ട് കിട്ടും. ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ബ്ലൂ ബ്രോൺസ് ആർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ സ്വിഗ്ഗിൻ്റെ ഒരു വീഡിയോയും നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ 2 വീഡിയോ നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇനി അതല്ല, പലരും ചോദിക്കുന്നുണ്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ അടുത്ത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.